പ്ലീസ് ഒറ്റ മിനിറ്റ് പ്ലീസ്. അറ്റുപോയ ആ കൈകൾ കൊണ്ട് ആ പിഞ്ചുമോള് നെഞ്ചത്തോട് ചേർത്തൊട്ടിച്ചിരിക്കുന്നത് എൻ്റെ ഫോട്ടോയാണ്. ആ പോസ്റ്ററിൽ അച്ചടിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗാണ്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും, മുസൽമാനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ഹിന്ദു ആവട്ടെ, ഏത് ജാതി ആവട്ടെ, ഏത് വർഗ്ഗാവട്ടെ, ഏത് വർണ്ണാവട്ടെ, അതിനൊന്നല്ല ഇവിടെ കാര്യം. മനുഷ്യത്തുള്ള മനുഷ്യനാണ് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളെയും കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ കഴിഞ്ഞ ഒക്ടോബർ 15-നായിരുന്നു ഞാൻ അവരിലേക്ക് എത്തുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നത്. പെട്ടെന്നായിരുന്നു പൈനോഡിയൽ സൈനസാസ് എന്നുള്ള അസുഖത്തിന്റെ പേരിൽ എനിക്കൊരു സർജറിക്ക് ഞാൻ വിധേയനായത്. അൽഹംദുലില്ലാ, സർജറി കഴിഞ്ഞു, റെസ്റ്റ് കഴിഞ്ഞു വരുന്ന നവംബർ 5-ന് ഞാൻ അവരിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നെ വെൽക്കം ചെയ്യുന്ന ഓരോ വീഡിയോസുകൾ ദൈനംദിനം വാട്സപ്പുകളിൽ പ്രിയപ്പെട്ട ഗാസയിലെ ജേർണലിസ്റ്റ് യൂസുഫ് ബ്രോ എന്നും മെസ്സേജ് അയക്കും. സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും 200ഓളം മനുഷ്യർ ആ മണ്ണിൽ പിടഞ്ഞു വീണു. എടാ പ്ലീസ്, നിങ്ങൾ ഇങ്ങോട്ട് ഒരു കുട്ടിയുടെ ഒരു മനുഷ്യന്റെ അന്നത്തിനുള്ള ഒരു വറ്റെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ താഴെയുള്ള GPay നമ്പറിൽ, താഴെയുള്ള അക്കൗണ്ട് നമ്പർ വഴി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എടാ ഒന്നിനും കഴിയൂലെങ്കിൽ സാമ്പത്തികമായി കഴിയുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എടാ നിങ്ങൾക്ക് ഷെയറിനും കഴിയൂലെങ്കിൽ എടാ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ പ്രാർത്ഥനകളിലെങ്കിലും ഒരു ഇടം ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ദൈനംദിനം എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന മെസ്സേജുകൾ അവിടുത്തെ പരിതാപകരമായ അവസ്ഥകളാണ്. മയ്യത്തുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ച വീഡിയോസുകളാണ്. എല്ലാവരും സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല വീടുണ്ട്, വാഹനമുണ്ട്, വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്. എടാ ഇല്ലാത്തവരുടെ വിഷമം അനുഭവിക്കുന്ന, ഒന്നുമില്ലാത്തവരുടെ മുമ്പിൽ ഉള്ളവരുടെ കരങ്ങൾ എത്തുന്നില്ലെങ്കിൽ നമ്മുടെ സുഖങ്ങളെല്ലാം അവസാനിക്കും. അന്ന് ഞാനും കൈ നീട്ടും. അന്ന് നമ്മുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ആഗതമാവണമെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് പ്ലീസ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 1 രൂപയാണെങ്കിൽ പോലും ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കൊടുത്ത സ്കാനറിലും അക്കൗണ്ട് നമ്പറുകൾ വഴിയും ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പ്രാർത്ഥനകളിൽ ഒരിടം ആ ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഞാൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ഈ യൂട്യൂബ് ചാനലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷ്വൽസ് എല്ലാം ലൈവായിട്ട് നിങ്ങളെ വീട്ടിലിരുന്ന് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ആ സ്ത്രീ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, ആ സ്ത്രീ ആവശ്യപ്പെടുന്നത് പോലെ ഫുഡ്, മെഡിസിൻ, ഹോം, ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നെസസറി ആയിട്ട് അനിവാര്യമായി വേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അധികപ്പറ്റല്ല, ആവശ്യമുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് സഹായിക്കണം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. From Gaza, please, Rahmani. No food, no medicine, no home. Come to us.